യെസ്, അനന്ത കലാപുരിയിൽ 63 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സമാപനം കുറിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ തൃശൂർ കപ്പെടുക്കും എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നു. 1005 പോയിന്റുമായി തൃശൂർ ജില്ല ഒന്നാം സ്ഥാനത്തിരിക്കുകയാണ്. അതെ, 5 ദിവസം നീണ്ട സംസ്ഥാന സ്കൂൾ കലോത്സവം പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മത്സരങ്ങൾ ഏതാണ്ടൊക്കെ പൂർണ്ണമായിട്ടുണ്ട് അല്ലേ? ഒരു മത്സരം മാത്രം, ഒരൊറ്റ മത്സരം. 248 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ തൃശൂർ ജില്ല 1005 പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത്. തൊട്ട് പിറകിൽ 1002 പോയിന്റുമായി പാലക്കാട്. നേരത്തെ മുന്നിലുണ്ടായിരുന്ന എന്റെ പ്രിയപ്പെട്ട കണ്ണൂർ മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. 998 പോയിന്റ്. ഇവിടെ ഒരു കുഴപ്പമില്ല, ഒരു ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് ആണ്. ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് തന്നെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കോട്ടയം എവിടെയാണ്? കോട്ടയം ഇല്ല, കോട്ടയം 10 താഴെയാണ്. അതിൽ കാര്യമില്ല, അപ്പീലുകൾ കുറവാണ്. കോട്ടയവും കണ്ണൂരും വിടാം. നമുക്കിനി സംസാരിക്കേണ്ടത് തൃശൂർ ഓർ പാലക്കാട്. തൃശൂർ ഓർ പാലക്കാട് എന്നുള്ള കാര്യത്തിന് അല്പസമയത്തിനുള്ളിൽ തന്നെ തീരുമാനമാകും. കഴിഞ്ഞ വർഷം 5 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് കിരീടം നഷ്ടമായത്. അപ്പോൾ അതുമായി എങ്ങനെയാണ് ഇത്തവണത്തെ മത്സരം വരിക എന്നുള്ളത് അവസാന ഇനമാണ്. അതിൽ റിസൾട്ട് വരാൻ ബാക്കിയുണ്ട്. അത് നോക്കണം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇനമാണ്. അതിൽ റിസൾട്ട് വന്നാൽ എ ഗ്രേഡ് നേടി കഴിഞ്ഞാൽ പാലക്കാടിന് 1008 പോയിന്റ് ആവും. 1008 പോയിന്റ്. അതേസമയം തൃശ്ശൂരിന് 3 പോയിന്റ് മാത്രമാണെങ്കിൽ അവർക്കും 1008. ഫോട്ടോ ഫിനിഷ് അതിലേക്ക് പോവാണ്. അതോടൊപ്പം തന്നെ 24 കൊടുക്കാനുള്ള കപ്പുണ്ട്. അത് ആര് കൊണ്ടുപോകുന്നുള്ള ആ ഒരു സസ്പെൻസ് അതിങ്ങനെ നിലനിൽക്കുകയാണ്. ഇവിടെ സ്വർണ്ണ കപ്പുണ്ട്, അതോടൊപ്പം 24 തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പുണ്ട്. സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലേക്ക് ഇനി കപ്പ് പോകാൻ കേവലം ഒരു മത്സരത്തിന് മാത്രം അകലമാണുള്ളത്. അതിൽ കപ്പടിക്കാൻ എ ഗ്രേഡ് നിർബന്ധമായും നേടുമെന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ അവിടെ നിൽക്കുമ്പോൾ പാലക്കാട് തൊട്ടിപ്പിറകിലുണ്ട്. പക്ഷേ ഇത്രയും ദിവസം വ്യക്തിഗത ഇനങ്ങളും ഗ്രൂപ്പ് ഇനങ്ങളും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഒറ്റ മത്സരത്തിലേക്കാണ് ഈ ഫുൾ കലോത്സവം ചുരുങ്ങിയിരിക്കുന്നത്. ഇനി അവസാന നിമിഷങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരായിരിക്കും ആ കപ്പ് കൊണ്ടുപോകുക? നമുക്ക് ഇതേ ചോദ്യം ഒരു കണ്ണൂരുകാരുടെ അവിടെ നിപ്പുണ്ട് കരഞ്ഞോണ്ട്. കപ്പുമായിട്ട് പോകുന്നു പറഞ്ഞിട്ടാണ് വന്നത്. കലോത്സവത്തിന്റെ ആദ്യ ദിവസം തന്നെ അങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ കരച്ചിലാണ്. വേദി ഒന്നിലുണ്ട്. സജോ തൽക്കാലം നമുക്ക് ഡിഫെൻഡിംഗ് ചാമ്പ്യൻ പട്ടമുണ്ട്. ഒരു കുഴപ്പമില്ല. നമ്മൾ 998 പോയിന്റ് 1000 നമ്മൾ എന്തായാലും അടുത്ത ഇവന്റിൽ ഒരു 2-3 പോയിന്റ് 5 പോയിന്റ് നേടികൂടി നടക്കും. പക്ഷേ ഒന്നാം സ്ഥാനത്ത് ആര്? തൃശൂർ ഓർ പാലക്കാട്? അതാണ് ചോദ്യം. സജോ, എന്താണ് അവസാനത്തെ മത്സരം? എന്താണ്, എപ്പോഴായിരിക്കും റിസൾട്ട് ഉണ്ടാവുക? പ്രജിന, മോഹം പൊലിഞ്ഞു. പ്രജിന, സ്വർണ്ണക്കപ്പിനൊപ്പം കണ്ണൂരിലേക്ക് അനുഗമിക്കാമെന്ന മോഹം ഏതായാലും പൊലിഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷ ബാക്കി വെക്കാനില്ല എന്നതാണ് വസ്തുത. തൃശ്ശൂരും പാലക്കാടും തമ്മിൽ എൽ ക്ലാസിക്കോ എന്ന് തന്നെ പറയാം. എൽ ക്ലാസിക്കോ ഫോട്ടോ ഫിനിഷ് നേരത്തെ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് അവസാന നിമിഷവും ഇനി കലോത്സവത്തിന് തിരശീല വീഴാൻ ഏതാനും കുറച്ച് സമയങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ ഘട്ടത്തിലും ഈ സസ്പെൻസ് ത്രില്ലർ അവശേഷിക്കുന്നു. ആര് ആ കപ്പ് എടുക്കും? ഏതായാലും ഡിഫെൻഡിംഗ് ചാമ്പ്യൻസിന്റെ കാര്യത്തിൽ ഇനി പ്രതീക്ഷ വേണ്ട എന്ന് തന്നെ പറയാം. പക്ഷേ തൃശ്ശൂരും പാലക്കാടും തമ്മിൽ 1005-1002 നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ നിൽക്കുന്നത് പ്രധാന വേദിയായ MT നിള സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. 5 മണിക്കാണ് സമാപന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. വേദി സജ്ജമാണ്. അവിടെ ക്രമീകരണങ്ങളിലേക്ക് സംഘാടകർ കടന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഒപ്പം ആ ചലച്ചിത്ര താരങ്ങളായ ആസിഫ് അലിയും ടൊവിനോ തോമസും അടക്കമുള്ളവരുണ്ട്. ഇവിടെ അക്ഷമരായി കാണികളടക്കമുള്ളവർ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വേദി ആദ്യഘട്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആളുകളുടെ പങ്കാളിത്തം ഉണ്ട് എന്ന് തന്നെ പറയാൻ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളത് കണ്ടതാണ്. ആ നിലയ്ക്കാണ്. പക്ഷേ ആ കിരീടം, സ്വർണ്ണക്കപ്പ് ആര് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പ്രധാന ചോദ്യം. സ്കൂളുകളുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു സ്കൂളിന്റെ പ്രകടനമുണ്ട്. അത് ആലത്തൂർ സ്കൂളിന്റെയാണ്. ആലത്തൂർ സ്കൂളിന്റെ കാര്യത്തിൽ അവർ വലിയ നേട്ടം, അതായത് BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ 171 പോയിന്റുമായി അവർ ബഹുദൂരം മുന്നിലാണ്. സ്കൂളുകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ സ്കൂളും അവർ തന്നെയാണ്. ആ നേട്ടം അവരുടെ കാര്യത്തിൽ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കപ്പ് എങ്ങോട്ട് പോകും? സാംസ്കാരിക നഗരിയിലേക്ക് പോകുമോ? അതല്ല പാലക്കാടേക്കായിരിക്കും എന്ന കാര്യത്തിൽ മാത്രമാണ് വ്യക്തത വരാൻ. അതൊരു മത്സരത്തിന്റെ ഫലം അകലെ നമുക്ക് അറിയാൻ കഴിയും. ഒപ്പം സംഘാടനത്തിൽ വലിയ മെച്ചപ്പെട്ട നിലവാരം പുലർത്തിയ മത്സര ഇനങ്ങളൊക്കെയാണ്. അങ്ങനെ ആ കലോത്സവം തിരശീല വീഴുന്നു തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ എന്നാണ്. അതിന് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഏതായാലും നമ്മൾ കൗതുകത്തോടുകൂടിയും ആകാംക്ഷയോടുകൂടിയും കാത്തിരിക്കുന്നത് ആ മത്സര ഫലങ്ങളുടെ അന്തിമ ചാർട്ടിന് വേണ്ടി തന്നെയാണ്. അതും വൈകാതെ ലഭ്യമാകും. ഒന്നാം വേദിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനുള്ള അവിടെ സമാപന സമ്മേളനം ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. ഒപ്പം ആസിഫ് അലി എത്തുന്നുണ്ട്, ടൊവിനോ എത്തുന്നുണ്ട്. അങ്ങനെ അതിഥികളെയൊക്കെ പ്രതീക്ഷിച്ചാണ് തിരുവനന്തപുരം നിൽക്കുന്നത് അല്ലേ? പിന്നെ കളറാവും. നിള എന്ന് പറയുന്ന MT നിള എന്ന ഒന്നാം വേദിയിലേക്ക് ഇപ്പോൾ വലിയ ആൾക്കാരുടെ ഒഴുക്കുണ്ട്.